ഹായ് ഫ്രണ്ട്സ്, കേരള PSC ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ നിയമനത്തിനായി നടത്തുന്ന HSST ബോട്ടണി എക്സാമിൻ്റെ സിലബസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ സിലബസിനെ 4 പാർട്ടായാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1ലാണ് നമ്മുടെ സബ്ജക്റ്റ് ഏരിയ ആയിട്ടുള്ള ബോട്ടണി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ട് 2വിൽ റിസർച്ച് മെത്തഡോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും, അതുപോലെ പാർട്ട് 3യിൽ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്, റിനൈസൻസ് ഇൻ കേരള, ഇത്രയും ഭാഗങ്ങളാണ് പാർട്ട് 3യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സും ജനറൽ നോളജുമാണ് പാർട്ട് 4ൽ വരുന്നത്. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഈ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പാർട്ട് 1 നോക്കാം. ബോട്ടണി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏരിയ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പാർട്ട് 1ലാണ്. ഈ പാർട്ട് 1നെ വീണ്ടും 7 മോഡ്യൂളുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മോഡ്യൂളിൽ നിന്നും 10 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. അങ്ങനെ 7 മോഡ്യൂളുകളിൽ നിന്നായി 70 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ പാർട്ട് 1ൽ നിന്നും എക്സാമിന് ചോദിക്കുന്നത്. ആദ്യം നമുക്ക് മോഡ്യൂൾ 1ൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈക്കോളജി. ഫ്രിഡ്ജ് ആൻഡ് സ്മിത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ, ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ആൽഗെ ലൈക്ക് താലസ് ഓർഗനൈസേഷൻ, vegetation, sexual and asexual reproduction, life cycle, then pattern of life cycle, salient features of the following classes like Cyanophyta, Chlorophyta, Xanthophyta, Vassariophyta, Phaeophyta, Rhodophyta. അതുപോലെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ, ബയോഫെർട്ടിലൈസേഴ്സ്, ഫുഡ് ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിസിനൽ ഇമ്പോർട്ടൻസ്, ആൽഗൽ ബ്ലൂം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈ ഫൈക്കോളജി എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നമ്മുടെ ഈ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഫസ്റ്റ് മോഡ്യൂളിലെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് മൈക്കോളജിയാണ്. അലക്സോപോളസ് ആൻഡ് മിംസ്, അതുപോലെ എയിൻസ്വർത്ത് ആൻഡ് ബിസ്ബിയുടെ ഫഞ്ചൈയുടെ ക്ലാസിഫിക്കേഷൻ, ദെൻ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫഞ്ചൈ, താലസ് സ്ട്രക്ചർ, സെൽ വോൾ സ്ട്രക്ചർ, ഹെട്രോതാലിസം, പാരാസെക്ഷുവാലിറ്റി, റീപ്രൊഡക്ഷൻ, ദെൻ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഫോളോയിങ് ക്ലാസ്സസ് ലൈക്ക് Myxomycota, Mastigomycota, Zygomycota, Ascomycota, Basidiomycota and Deuteromycota. Then fungal associations ആണ്. അതിനകത്ത് സിംബയോസിസ് വരുന്നുണ്ട്, സാപ്രോഫൈറ്റിസം, മൈക്കോറൈസ, എൻഡോഫൈറ്റ്സ് ആൻഡ് ലൈക്കൻസ്. അവസാനമായിട്ട് അതിനകത്ത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫഞ്ചൈ, ഡിഗ്രഡേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് വേസ്റ്റ്, ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ, degradation of lignin, significances in medicine and industry, fungal toxins and human health. മൂന്നാമതായിട്ട് വരുന്നത് പ്ലാൻ പാത്തോളജിയാണ്. പ്ലാൻ പാത്തോളജിയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാൻ പാത്തോളജി, അതിനകത്ത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഏജൻറ്റ്സ് ആൻഡ് വേരിയസ് സിംറ്റംസ് ഓഫ് പ്ലാൻ ഡിസീസസ്, ദെൻ പ്രോസസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഡിഫെൻസ് മെക്കാനിസംസ്, അതിനകത്ത് എൻസൈംസ്, ടോക്സിൻസ്, സ്ട്രക്ചറൽ ആൻഡ് ബയോകെമിക്കൽ ഡിഫെൻസ് സിസ്റ്റംസ്. ദെൻ ഡിസീസ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, കെമിക്കൽ, ബയോളജിക്കൽ ആൻഡ് ക്വാറൻറ്റൈൻ മെഷേഴ്സ്. ദെൻ കോമൺ ഡിസീസസ് ഓഫ് ക്രോപ്സ് ഇൻ കേരള, അത് പാഡി, കോക്കനട്ട്, റബ്ബർ, അരിക്കനട്ട്, പെപ്പർ, ജിഞ്ചർ, കാഡ്മം, കോഫി, ടീ, ഇത്രയും ഏരിയ പ്ലാൻ പാത്തോളജിയിൽ നിന്ന്. നെക്സ്റ്റ് മോഡ്യൂൾ 1ൽ വരുന്നത് ബ്രയോളജിയാണ്. ജനറൽ അക്കൗണ്ട് ഓൺ മോർഫോളജി, അനാട്ടമി ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ്, ഹെപ്പാറ്റിക്കോപ്സിഡ, ആന്തോസെറാപ്റ്റോപ്സിഡ, ബ്രയോപ്സിഡ. ദെൻ ഒറിജിൻ, എവല്യൂഷൻ ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ്, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പൊല്യൂഷൻ, ഹോർട്ടിക്കൾച്ചർ, മെഡിസിൻ, എക്സെട്ര. അടുത്തതായിട്ട് മോഡ്യൂൾ 1ൽ വരുന്ന ഭാഗമാണ് ടെറിഡോളജി. ഇതിനകത്ത് ജനറൽ അക്കൗണ്ട് ഓൺ മോർഫോളജി, anatomy and life cycle of the following groups, Psilopsida, Psilotopsida, Lycopsida, Sphenopsida and Pteropsida. Then ഇത് കൂടാതെ heterospory, seed habit, stellar evolution. Then economic importance of pteridophytes as biofertilizers, in horticulture, medicine, ecological indicators, as weed and in food industry. നെക്സ്റ്റ് വരുന്നത് ജിംനോസ്പേംസ് ആണ്. ജിംനോസ്പേംസിനകത്ത്
general account on morphology, anatomy and life cycle of the following groups: Psychadopsida, Coniferopsida and Nitopsida. Then economic importance of gymnosperm. അടുത്തതായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൈക്രോബയോളജിയാണ്. മൈക്രോബയോളജിയിൽ ഫസ്റ്റ് ബാക്ടീരിയയാണ്. ബാക്ടീരിയകളുടെ അൾട്രാസ്ട്രക്ചർ, മേജർ ഗ്രൂപ്പ്സ്, ന്യൂട്രീഷണൽ ടൈപ്സ് ആൻഡ് റീപ്രൊഡക്ഷൻ. ദെൻ വൈറസുകളാണ്. ഇവയുടെ അൾട്രാസ്ട്രക്ചർ, മേജർ ഗ്രൂപ്പ്സ്, ന്യൂട്രീഷണൽ ടൈപ്സ് ആൻഡ് റെപ്ലിക്കേഷൻ. ദെൻ ബ്രീഫ് അക്കൗണ്ട് ഓൺ പ്രയോൺസ്, വൈറോയിഡ്സ്, വൈറിയോൺസ്, മൈക്കോപ്ലാസ്മാസ്, interferons, actinomycetes, bacteriophages. Then economic importance of microbes in ecology, food, industry, medicine, agriculture and other industries. Module 1 വരുന്ന ലാസ്റ്റ് പാർട്ടാണ് പാലിയോബോട്ടണി. പാലിയോബോട്ടണിക്കകത്ത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആൻഡ് ഇവല്യൂഷൻ ഓഫ് പ്ലാന്റ് ഗ്രൂപ്പ്സ്, ടൈപ്സ് ഓഫ് ഫോസിലൈസേഷൻ, ദെൻ ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ്. ഇത്രയും ഏരിയ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിച്ചു വരാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആൻജിയോസ്പേം അനാട്ടമി. അനാട്ടമിയിൽ ടിഷ്യൂസ്, ദെൻ മെരിസ്റ്റം, സെക്രീറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ടിഷ്യൂസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ടിഷ്യൂസ്. ദെൻ അനാട്ടമി ഓഫ് സ്റ്റെം, റൂട്ട് ആൻഡ് ലീഫ്. ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഇൻ സ്റ്റെം ആൻഡ് റൂട്ട്. മൂന്നാമതായിട്ട് അനോമാലസ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് സ്റ്റെം. ഇതുകൂടാതെ ബ്രീഫ് അക്കൗണ്ട് ഓഫ് നോഡൽ അനാട്ടമി, വുഡ് അനാട്ടമി ആൻഡ് ഫ്ലോറൽ അനാട്ടമി. ഇത്രയും കാര്യങ്ങളാണ് ആൻജിയോസ്പേം അനാട്ടമിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായിട്ട് മോഡ്യൂൾ 2 വരുന്ന ഭാഗം മൈക്രോ ടെക്നിക്കാണ്. മൈക്രോ ടെക്നിക്കിനകത്ത് ടൂൾസ് ഇൻ മൈക്രോ ടെക്നിക് ലൈക്ക് മൈക്രോസ്കോപ്പി, മൈക്രോമെട്രി, ക്യാമറ ലൂസിഡ, സൈറ്റോസ്റ്റാറ്റ്, മൈക്രോടോംസ്. ദെൻ ഫിക്സിംഗ്, കില്ലിംഗ്, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, എംബഡിംഗ്, സ്റ്റെയിനിങ് ആൻഡ് മൗണ്ടിങ് ആൻഡ് റിയേജൻസ് യൂസ്ഡ് ഇൻ ഈച്ച് സ്റ്റെപ്പ്. ദെൻ ബ്രീഫ് അക്കൗണ്ട് ഓൺ വൈറ്റൽ സ്റ്റെയിനിങ്, ഡബിൾ സ്റ്റെയിനിങ്, ഹോൾ മൗണ്ട്, മാസറേഷൻ, ഹിസ്റ്റോകെമിക്കൽ ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നത് എംബ്രിയോളജിയാണ്. എംബ്രിയോളജിക്കകത്ത് മൈക്രോസ്പോറോജെനിസിസ് ആൻഡ് മെയിൽ ഗാമറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റ്, മെഗാസ്പോറോജെനിസിസ് ആൻഡ് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ്, ദെൻ പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോജനി ഇൻ ബോത്ത് മോണോകോട്ട്സ് ആൻഡ് ഡൈക്കോട്ട്സ്. അതുകൂടാതെ എൻഡോസ്പേം ടൈപ്സ്, പോളിഎംബ്രിയോണി, പാർത്തനോകാർപ്പി ആൻഡ് അപ്പോമിക്സിസ്. ഇത്രയും ഭാഗങ്ങൾ എംബ്രിയോളജിക്കകത്ത് നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന ഏരിയ പാലിനോളജിയാണ്. പാലിനോളജിക്കകത്ത് അൾട്രാസ്ട്രക്ചർ ഓഫ് പോളൻ വാൾ, പോളൻ മോർഫോളജി, NPC സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളൻ അപ്പർച്ചേഴ്സ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് ഡോക്ടർ PKK നായർ ടു പാലിനോളജി, ദെൻ പാലിനോളജി ഇൻ റിലേഷൻ ടു ടാക്സോണമി, then aeropalynology and melitopalynology and pollen allergy. നെക്സ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്ന ഭാഗമാണ് പ്ലാൻ ബ്രീഡിംഗ്. പ്ലാൻ ബ്രീഡിങ്ങിനകത്ത് മെത്തേഡ്സ് ഇൻ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, പ്ലാന്റ് ഇൻട്രഡക്ഷൻ, സെലക്ഷൻ, മ്യൂട്ടേഷൻ ബ്രീഡിംഗ്, പോളിപ്ലോയിഡി ബ്രീഡിംഗ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ. ദെൻ കോൺസിക്വൻസസ് ഓഫ് ഇൻബ്രീഡിംഗ്, ഹെട്രോസിസ് ആൻഡ് ഇൻകോമ്പാറ്റിബിലിറ്റി. ദെൻ ബാക്ക്ക്രോസ് ബ്രീഡിംഗ്, resistance breeding, vertical and horizontal resistance. Then seed production and certification, major centers of crop production in India. Then plant breeders' rights, national biodiversity policy, methods of vegetative propagation in plants. ഇത്രയും ഭാഗങ്ങളാണ് പ്ലാൻ ബ്രീഡിങ്ങിൽ നിന്നും വരുന്നത്. ദെൻ മോഡ്യൂൾ 2 അവസാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള പാർട്ടാണ് എവല്യൂഷൻ, ഒറിജിൻ ഓഫ് ലൈഫ്, തിയറീസ് ഓഫ് എവല്യൂഷൻ, ക്ലാസിക്കൽ തിയറീസ് ആൻഡ് മോഡേൺ തിയറീസ് ആൻഡ് സ്പീസിയേഷൻ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ മോഡ്യൂൾ 2 വരുന്നത്. ഈ മോഡ്യൂൾ 2 നിന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് മോഡ്യൂൾ 3 വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ടാക്സോണമിയാണ്. ടാക്സോണമിക്കകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സോണമി, അതിനകത്ത് പ്ലാൻ നോമൻക്ലേച്ചർ, ടാക്സോണമിക് ഹൈറാർക്കി,
phylogeny of angiosperms, taxonomic keys. Then classification systems ആണ് artificial, natural and phylogenetic systems. Then interdisciplinary approaches to angiosperm systematics, anatomy, embryology, morphology, cytology, palynology, chemotaxonomy, numerical taxonomy and molecular taxonomy. Then study of the following families and their characteristic features: Ranunculaceae, Magnoliaceae, Caparidaceae, Polygalaceae, Cryophyllaceae, Malvaceae, Leguminosae, Myrtaceae, Melastomaceae, Cucurbitaceae, Rubiaceae, Astraceae, Asclepiadaceae, Boraginaceae, Lamiaceae, Amaranthaceae, Euphorbiaceae, Orchidaceae, Cytaminae, Liliaceae, Commelinaceae, Ericaceae, Araceae, Cyperaceae and Poaceae. നെക്സ്റ്റ് ഈ മോഡ്യൂളിനകത്ത് വരുന്നത് മോർഫോളജിയാണ്. മോർഫോളജിക്കകത്ത് ഫ്ലവർ ആസ് എ മോഡിഫൈഡ് ഷൂട്ട്, ദെൻ ഫ്ലോറൽ വേൾഡ്സ് ആൻഡ് ദെയർ പാർട്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ് മോർഫോളജി. ഇതുകൂടാതെ വെജിറ്റേറ്റീവ് മോർഫോളജി, ലീഫ്, റൂട്ട് ആൻഡ് സ്റ്റെം. നെക്സ്റ്റ് ഈ മോഡ്യൂളിനകത്ത് വരുന്ന ഭാഗമാണ് എക്കണോമിക് ബോട്ടണി. എക്കണോമിക് ബോട്ടണിക്കകത്ത് കോമൺ സിറിയൽസ്, മില്ലറ്റ്സ് ആൻഡ് പൾസസ്, then vegetables, spices, beverages crops, then timbers, fibers, sugar and oil yielding crops, then അതുകൂടാതെ മെഡിസിനൽ പ്ലാന്റ്സ്. നെക്സ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം എത്തനോബോട്ടണിയാണ്. എത്തനോബോട്ടണിക്കകത്ത് മെത്തേഡ്സ് ഓഫ് എത്തനോബോട്ടണിക്കൽ സ്റ്റഡീസ്, then contributions of S.K. Jain to ethnobotany, then common plants of ethnobotanical importance in Kerala, then sacred groups and their importance. നെക്സ്റ്റ് വരുന്ന ഏരിയ ഫൈറ്റോജിയോഗ്രഫിയാണ്. ഫൈറ്റോജിയോഗ്രഫിക്കകത്ത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ, ഫൈറ്റോജിയോഗ്രഫിക് സോൺസ് ഓഫ് ഇന്ത്യ, സോയിൽ, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ഫോറസ്റ്റ് ബോട്ടണി. ഇതിനകത്ത് മേജർ ആൻഡ് മൈനർ ഫോറസ്റ്റ് പ്രോഡക്ട്സ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കേരള, സിഗ്നിഫിക്കൻസസ് ഓഫ് ഫോറസ്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്, then consequences of deforestation and industrialization. ഈ തേർഡ് മോഡ്യൂളിൽ ലാസ്റ്റ് വരുന്ന പാർട്ടാണ് എൻവയോൺമെൻറ്റൽ ബയോളജി. ഇതിനകത്ത് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാബിറ്റാറ്റ് ഇക്കോളജി, അതിനകത്ത് ടെറസ്ട്രിയൽ, ഫ്രഷ് വാട്ടർ, വെറ്റ്ലാൻഡ് ആൻഡ് മറൈൻ ഹാബിറ്റാറ്റ്സ്. ദെൻ പോപ്പുലേഷൻ ഇക്കോളജി, അതിനകത്ത് കമ്മ്യൂണിറ്റി ഇക്കോളജി വരുന്നുണ്ട്, ഇക്കോളജിക്കൽ സക്സഷനും വരുന്നുണ്ട്. ദെൻ ഇക്കോസിസ്റ്റംസ് ആണ്, അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, ടൈപ്സ് ആൻഡ് ബയോംസ്. ദെൻ സ്പീഷീസ് ഇൻട്രാക്ഷൻസ്, കോമ്പറ്റീഷൻ, ഹെർബിവോറി, കാർണിവോറി, സിംബയോസിസ് എക്സെട്ര. ദെൻ ബയോജിയോകെമിക്കൽ സൈക്കിൾസ് ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, എയർ, വാട്ടർ ആൻഡ് നോയ്സ് പൊല്യൂഷൻ. ദെൻ ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ന്യൂക്ലിയർ ഹസാർഡ്സ്, എൽ നീനോ, ക്ലൈമറ്റ് ചേഞ്ച്. Then environmental impact assessment and major programs like UNEP, IUCN, MAB, Earth Summit and CBD. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഈ ഒരു മോഡ്യൂൾ 3 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് മോഡ്യൂൾ 4 വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി. എ ബ്രീഫ് അക്കൗണ്ട് ഓൺ സ്ട്രക്ചർ, ഫങ്ഷൻ ഓഫ് സെൽസ് ആൻഡ് സെൽ ഓർഗനൽസ്, പ്രൊകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽസ്, then cytoskeleton, organization and its mobility. Then origin, ultrastructure and function of cell membrane and cell organelles. Then chemistry of chromosomes, DNA, RNA, kinetochore, NOR and constriction of chromosomes. Then numerical and structural variation of chromosomes, cell divisions, stages, synaptonemal complex, theories and mechanism of crossing over and molecular mechanism of crossing over. Then cell differentiation, characteristics and mechanisms. Then prokaryotic and eukaryotic DNA replication, molecular nature of genes, molecular tools for studying genes and gene activities, techniques of DNA analysis, preparation of DNA and RNA probes, hybridization,
autoradiography, DNA fingerprinting. Then DNA sequencing, chemical synthesis of nucleotides, PCR, fish and their applications. ഈ മോഡ്യൂളിനകത്ത് നെക്സ്റ്റ് വരുന്ന ഭാഗം ജെനറ്റിക്സ് ആണ്. ഇതിനകത്ത് മെൻഡേലിയൻ ജെനറ്റിക്സ് ആൻഡ് ജീൻ ഇൻട്രാക്ഷൻ, ലിങ്കേജ്, ക്രോസിംഗ് ഓവർ ആൻഡ് ജീൻ മാപ്പിംഗ്, പോളിജനിക് ഇൻഹെറിറ്റൻസ്, എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ്, മൈക്രോബിയൽ ജെനറ്റിക്സ്. മൈക്രോബിയൽ ജെനറ്റിക്സിനകത്ത് ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കോൺജുഗേഷൻ ഇൻ ബാക്ടീരിയ, ലൈസോജനി ആൻഡ് ലൈറ്റിക് സൈക്കിൾ ഇൻ വൈറസ്. ദെൻ ന്യൂക്ലിക് ആസിഡ്, DNA and RNA types, structure, function and replication, mutations, DNA damage and repair, genetic code and gene expressions, protein synthesis, gene regulations in prokaryotes and eukaryotes. Then translation, post-translation and post-transcription events. Then gene synthesis, Khorana and Kornberg. Then population genetics, Hardy-Weinberg equilibrium, genetic drift, genetic load, consanguinity and its genetic effects. Human genetics, human blood groups, ABO, RH and MN blood groups, human karyotype and syndromes caused by its aberrations, genetic counseling, pedigree analysis and brief account of human genome project. ഇത്രയാണ് നമ്മുടെ നാലാമത്തെ മോഡ്യൂളിനകത്ത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് അഞ്ചാമത്തെ മോഡ്യൂളിലെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട് ഇതിനകത്ത് പ്ലാൻ ഫിസിയോളജിയാണ്. പ്ലാൻ ഫിസിയോളജിയിൽ വാട്ടർ റിലേഷൻ ടു പ്ലാന്റ്സ്, അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പിരേഷൻ ഓഫ് വാട്ടർ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വാട്ടർ ട്രാൻസ്പോർട്ട്. ദെൻ മിനറൽ ന്യൂട്രീഷൻ, ഹൈഡ്രോപോണിക്സ്, എയ്റോപോണിക്സ്, നൈട്രജൻ മെറ്റബോളിസം ഇൻ പ്ലാന്റ്സ്. Then photosynthesis, C3, C4 and CAM cycle in detail, photorespiration, respiration, oxidative photophosphorylation, then ascent of sap നകത്ത് സോഴ്സ് ആൻഡ് സിങ്ക് റിലേഷൻഷിപ്പ്. ദെൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനകത്ത് റോൾ ഓഫ് ഫൈറ്റോ ഹോർമോൺസ്, ഫോട്ടോപീരിയോഡിസം, വെർണലൈസേഷൻ ആൻഡ് ഫ്ലോറിജൻസ്. ദെൻ സ്ട്രെസ് ഫിസിയോളജിക്കകത്ത് വാട്ടർ, സോൾട്ട്, hot and cold stress, heat shock proteins and adaptations. Then seed germination, physiological and biochemical changes. ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പ്ലാന്റ് ഫിസിയോളജിക്കകത്ത് നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നത് ബയോകെമിസ്ട്രിയാണ്. ബയോകെമിസ്ട്രിയിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, മെറ്റബോളിസം ആൻഡ് ഇൻ്റർ കൺവേർഷൻ. അടുത്തത് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സിൻ്റെ ഇതുപോലെ തന്നെ സ്ട്രക്ചർ, ഫങ്ഷൻ, metabolism, biosynthesis of fatty acids, alpha and beta oxidation. Then amino acids and proteins, structure and properties and classification of amino acids and proteins, amino acid metabolism, Ramachandran plot, verification of proteins. Then enzymes nagathe major groups, relation of enzyme activity, enzyme kinetics, assay regulation, allosteric enzymes, isoenzymes, ribozymes, coenzymes. Then vitamins inde classification, function and source of vitamins and their role as coenzyme. Next വരുന്നത് ബയോഫിസിക്സ് ആണ്. ബയോഫിസിക്സിനകത്ത് pH and buffers, then മൈക്രോസ്കോപ്പിക്കകത്ത് ബ്രൈറ്റ് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെൻറ്റ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഫോട്ടോമെട്രി, കളറിമെട്രി, chromatogram, gel filtration, ion exchange, affinity, TLC, GC, HPLC, HPTLC, GCMS. Then electrophoresis, agarose gel electrophoresis, PAGE, SDS PAGE, isoelectrofocusing and ELISA. Centrifugation, density gradient and ultracentrifugation. Then biophysical methods for analysis of biopolymers, X-ray diffraction, fluorescent, NMR spectroscopy, UV, visible and ESR spectroscopy, ORD or CD, atomic absorption and plasma emission spectroscopy. Then ഇത് കൂടാതെ radiation dosimetry, radioactive isotopes, autoradiography, current curve radiation, liquid scintillation techniques. നെക്സ്റ്റ് വരുന്നത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ്.
ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നിന്ന് സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് എറേഴ്സ്, ദെൻ പ്രോസസ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, അതിനകത്ത് ടേബിൾസും ഗ്രാഫ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതിനകത്ത് മീൻ, മീഡിയൻ, മോഡ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. പ്രോബബിലിറ്റിയുടെ ബേസിക് കോൺസെപ്റ്റും തിയറംസും. ദെൻ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിൽ റാൻഡമൈസ്ഡ് ബ്ലോക്ക്, ലാറ്റിൻ സ്ക്വയർ. ദെൻ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിൽ ടി ടെസ്റ്റ്, കൈ സ്ക്വയർ, എഫ് ടെസ്റ്റ്, അതുപോലെ അനോവ. അതുകൂടാതെ കോറിലേഷനും റിഗ്രഷൻ അനാലിസിസും കൂടി ബയോസ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5ാമത്തെ മോഡ്യൂളിനകത്ത് വരുന്ന ഭാഗങ്ങൾ. നെക്സ്റ്റ് മോഡ്യൂൾ 6. മോഡ്യൂൾ 6-നകത്ത് ഫസ്റ്റ് വരുന്നത് ബയോടെക്നോളജിയാണ്. ബയോടെക്നോളജിയിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റീജനറേഷൻ. ദെൻ സൊമാറ്റിക് സെൽ ജെനറ്റിക്സ് ആൻഡ് സൊമാറ്റിക് ക്ലോണൽ വേരിയേഷൻസ്. ദെൻ സൊമാറ്റിക് എംബ്രിയോജെനിസിസ്, ആർട്ടിഫിഷ്യൽ സീഡ്സ്, പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ and impacts in plant breeding. Then haploid production, anther and ovule culture and its applications. Then production of secondary metabolites, cell immobilization, bioreactor technology, in vitro strategies of germplasm conservation. Then isolation of genomic and organellar DNA, methods of gene identification, vector mediated and vectorless PCR, genomic and cDNA libraries. Then gene transfer techniques, direct and indirect transposons as vectors and gene silencing. Then DNA markers, അതിനകത്ത് RFLP, RAPD, AFLP, antisense RNA. Then blotting techniques ആയിട്ടുള്ള northern blotting, southern blotting and western blotting. Then transgenic biology, അതിനകത്ത് gene cloning and transformation technique in plants, gene targeting and sequence tag. Then genetically modified organisms and foods, social and ethical considerations, IPR issues, patents and biopiracy. Next ഇതിനകത്ത് വരുന്നത് ബയോ ഇൻഫർമാറ്റിക്സ് ആണ്. ഇൻട്രഡക്ഷൻ ടു ഡാറ്റ സ്ട്രക്ചേഴ്സ്, ഡാറ്റാബേസ് കോൺസെപ്റ്റ്, ടൂൾസ് ഫോർ സെർച്ചിങ്, ഹോമോലോഗി സെർച്ചിങ്, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഡാറ്റാബേസസ് ഇൻ ബയോളജി, ദെൻ സീക്വൻസ് ഡാറ്റാബേസസ്, സീക്വൻസ് കമ്പാരിസൺ, structural databases, proteomics and genomics. Then major bioinformatic resources like NCBI, EBI, EMBL, GenBank, DDBJ, SysPort and PDB. Then tools in bioinformatics, BLAST, ClustalX, ClustalW, Phylip, GenScale. Then application of bioinformatics, transcriptomics, metabolomics, pharmacogenomics. ഈ 6ാമത്തെ മോഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബയോളജി, കമ്പ്യൂട്ടർ പാക്കേജസ് ഫോർ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ ടാക്സോണമി, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഓൺലൈൻ ബയോളജി റിസോഴ്സസ്, പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസസ്, ഓൺലൈൻ പബ്ലിക്കേഷൻസ്, ഇലക്ട്രോണിക് ജേർണൽസ് ആൻഡ് ബുക്സ്. ഇപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് മോഡ്യൂൾ 6-നകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗങ്ങളിൽ നിന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കണ്ടുവരാറുള്ളത്. ദെൻ നമ്മുടെ പാർട്ട് 1-ലെ ലാസ്റ്റ് മോഡ്യൂളാണ് മോഡ്യൂൾ 7. മോഡ്യൂൾ 7-നകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ബോട്ടണി. ഇപ്പോൾ ഇത്ര 7 മോഡ്യൂളിലായിട്ടാണ് നമ്മുടെ ഈ പാർട്ട് 1-നകത്തെ ബോട്ടണിയിലെ കണ്ടൻറ്റിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 70 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും വരുന്നത് ഈ ഒരു പാർട്ട് 1-ൽ നിന്നാണ്. ബാക്കി വരുന്ന ഓരോ പാർട്ടിൽ നിന്ന്, പാർട്ട് 2-വിൽ നിന്ന് 10 മാർക്ക്, പാർട്ട് 3-ൽ നിന്ന് 10 മാർക്ക്, പാർട്ട് 4-ൽ നിന്ന് 10 മാർക്ക്. അങ്ങനെയാണ് നമ്മുടെ 100 മാർക്കിനുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് പാർട്ട് 2-ൽ വരുന്ന ഭാഗങ്ങൾ നോക്കാം. റിസർച്ച് മെത്തഡോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമാണ് പാർട്ട് 2-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 ഭാഗത്തു നിന്നുമായിട്ട് ഏകദേശം 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ടീച്ചിങ്, അതിൻ്റെ നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, characteristics and basic requirements. Then learners characteristics, factors affecting teaching, methods of teaching, teaching aids, evaluation system. രണ്ടാമതായിട്ട് വരുന്ന ഭാഗമാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനകത്ത് റിസർച്ചിൻ്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, ദെൻ സ്റ്റെപ്സ് ഓഫ് റിസർച്ച്,
മെത്തേഡ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് എത്തിക്സ്, പേപ്പർ, ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ് ആൻഡ് സിമ്പോസിയം, അതുപോലെ തന്നെ തീസിസ് റൈറ്റിംഗ്, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫോർമാറ്റ്. ഇത്രയും ഭാഗങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഏരിയയും കൂടെ ആയിട്ടാണ് നമുക്ക് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് പാർട്ട് 3 വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്തു നിന്നും 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇതിലാദ്യം വരുന്ന ഭാഗം സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനകത്ത് പ്രിയാമ്പിൾ, ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇറ്റ്സ് പ്ലേസ് ഇൻ ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമതായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, റിലേഷൻ ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ദെൻ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ബോത്ത് അറ്റ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അതുപോലെ തന്നെ അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ്, അതായത് ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫൈനാൻഷ്യൽ. ദെൻ സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്, എമർജൻസി പ്രൊവിഷൻസ്, അമെൻമെൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനകത്ത് വരുന്ന മറ്റൊരു ഏരിയയാണ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്. സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻസ് ലൈക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൻ ആൻഡ് ചിൽഡ്രൻ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എൻവയോൺമെൻറ്റൽ ആക്ട്, എക്സെട്ര. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് പോലെയുള്ള എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ തുടങ്ങിയ ഭാഗങ്ങളാണ് ഈ ഒരു ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിനകത്ത് വരുന്നൊരു ഭാഗമാണ് റിനൈസൻസ് ഇൻ കേരള. ഇതിനെ പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ടുവാർഡ്സ് എ ന്യൂ സൊസൈറ്റി. ഇതിനകത്ത് ഇൻട്രഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വേരിയസ് മിഷനറി ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ ഫങ്ഷനിങ്, ദെൻ ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാക്ടറീസ്, പ്രിൻറ്റിംഗ് പ്രസ്സസ്, എക്സെട്ര. രണ്ടാമതായിട്ട് വരുന്നത് എഫേർട്സ് ടു റിഫോം ദി സൊസൈറ്റി. അതിനകത്ത് ഒന്ന് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്. അതിനകത്ത് വരുന്നത് ഒന്ന് SNDP യോഗം, NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി, യോഗക്ഷേമ സഭ, സാധുജന പരിപാലന സംഘം, വാല സമുദായ പരിഷ്കരണി സഭ, സമത്വ സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, സഹോദര പ്രസ്ഥാനം തുടങ്ങിയവ. അടുത്തതായിട്ട് വരുന്നത് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് ആണ്. അതിനണ്ടറിൽ വരുന്നത് അപ്പർ ക്ലോത്ത് റിവോൾട്ട്, ചാനാർ അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, കുട്ടംകുളം സത്യാഗ്രഹ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ടെമ്പിൾ എൻട്രി ആക്ട്, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ദെൻ മലബാർ റൈറ്റ്സ്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്, ദെൻ അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്, എക്സെട്ര. അടുത്ത ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്. അതിനകത്ത് മലയാളി, സ്വദേശാഭിമാനി, വിവേകോദയം, മിതവാദി, സ്വരാജ്, മലയാള മനോരമ, ഭാഷാപോഷിണി, മാതൃഭൂമി, കേരള കൗമുദി, സമദർശി, കേസരി, അൽ-അമീൻ, പ്രഭാതം, യുക്തിവാദി തുടങ്ങിയവ. അടുത്തതായിട്ട് വരുന്നത് അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ. അതിനകത്ത് നോവൽ വരുന്നുണ്ട്, ഡ്രാമ, പോയട്രി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, നാടക പ്രസ്ഥാനം, ലൈബ്രറി മൂവ്മെൻറ്റ് തുടങ്ങിയവ. അടുത്തതായിട്ട് വരുന്നത് വുമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അതിനകത്തും കുറേ വ്യക്തികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർവതി നെന്മേനിമംഗലം, ആര്യ പള്ളം, AV കുട്ടിമാളു അമ്മ, ലളിത പ്രഭു, അക്കമ്മ ചെറിയാൻ, അന്ന ചാണ്ടി, ലളിതാംബിക അന്തർജനം തുടങ്ങിയവ. അടുത്തതായിട്ട് ഇതിനകത്ത് വരുന്നത് ലീഡേഴ്സ് ഓഫ് റിനൈസൻസ് ആണ്. തൈക്കാടയ്യ, വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ബടാനന്ദ, പൊയ്കയിൽ യോഹന്നാൻ, ഡോക്ടർ പൽപ്പു, പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ, മമ്പുറം തങ്ങൾ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, പാമ്പാടി ജോൺ ജോസഫ്, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടത്തിരിപ്പാട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മക്തി തങ്ങൾ, ബ്ലസ്ഡ് ഏലിയാസ് കുര്യാക്കോസ് ചവറ, ബാരിസ്റ്റർ GP പിള്ളൈ, TK മാധവൻ, മൂർക്കോത്ത് കുമാരൻ, C കൃഷ്ണൻ,
കെ പി കേശവമേനോൻ, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, സി വി കുഞ്ഞിരാമൻ, കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, വേലുക്കുട്ടി അരയൻ, കെ പി വെള്ളോൻ, പി കെ ചാത്തൻ മാസ്റ്റർ, കെ കേളപ്പൻ, പി കൃഷ്ണപിള്ളൈ, എ കെ ഗോപാലൻ, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ, സി കേശവൻ, സ്വാമി ആനന്ദ തീർത്ഥൻ, എം സി ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളൈ ആൻഡ് അതേഴ്സ്. ഇത്രയും ആളുകളെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നത് ലിറ്റററി ഫിഗേഴ്സാണ്. ലിറ്റററി ഫിഗേഴ്സായിട്ടുള്ള കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിളെ, കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളൈ, ചന്തുമേനോൻ, വൈക്കം മുഹമ്മദ് ബഷീർ, കേശവദേവ്, തകഴി ശിവശങ്കരപ്പിള്ള, പൊൻകുന്നം വർക്കി, എസ് കെ പൊറ്റക്കാട് തുടങ്ങിയവർ. ഇത്രയും ഏരിയ നമ്മുടെ ഈ കേരള റിനൈസൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും നമ്മുടെ ഈ ഒരു സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ഭാഗത്തുനിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ദെൻ നമ്മുടെ സിലബസിലെ ലാസ്റ്റ് പാർട്ടാണ് പാർട്ട് 4. ഇവിടെ നിന്ന് നമുക്ക് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. ജനറൽ നോളജും കറണ്ട് അഫെയേഴ്സുമാണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് പാർട്ട് 1 നമ്മുടെ സബ്ജക്റ്റ് ഏരിയ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ തുടർന്ന് വരുന്ന പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഈ 3 ഭാഗങ്ങളും എല്ലാ HSST എക്സാമിനും ഒരു കോമൺ സിലബസ് ആയിരിക്കും ഉണ്ടാവുക. HST എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഏകദേശം നമ്മുടെ ആ സിലബസുമായിട്ടൊക്കെ ഒരു ബന്ധമുള്ള സിലബസ് തന്നെയാണ് ഈ HSSTയുടെ സിലബസിലും വരുന്നത്. അപ്പോൾ ആ കണ്ടൻറ് ഏരിയ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റും കൂടെ നമ്മളതിൻ്റെ കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ കണ്ടൻറ് ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. HSST എക്സാമുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.